സുലൈമാൻ നബിയാ പറഞ്ഞത്. എന്തേ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ബൽഖീസ് ഇവിടെ വരും, എന്റെ കാൽക്കൽ വീണിട്ട് വരും, ഇവിടെ വരും. ആ വരുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ഒരുപക്ഷേ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള ബൽഖീസ് എന്ന രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക? പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മുമ്പിലുള്ള ജനങ്ങളെ മുമ്പിൽ ജിന്നുകളുണ്ട്, ജനങ്ങളെ മുമ്പിൽ മനുഷ്യന്മാരുണ്ട്. ജിന്നുകളോടും മനുഷ്യന്മാരോടും പറയുകയാണ് ആര്? സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. സയ്യിദുനാ സുലൈമാൻ ജിന്നും ഇൻസും അടക്കി ഒതുക്കി. ജിന്നുകളുണ്ട്, ഇൻസുകളുണ്ട് സുലൈമാൻ നബിയുടെ മുമ്പിൽ. ജിന്നും ഇൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ. ജിന്നും ഇൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ. അരുവികൾ പോലും വറ്റി വരണ്ടൊരു യമനിലെ സബഈ ഗോത്രത്തിൽ ഇരവിലും തൊട്ടാൽ കൈക്കൊള്ളുന്നൊരു വെൺതരി മണലിൻ മധ്യത്തിൽ പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പൊളുങ്കൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകളെട്ടുണ്ട്, ആ തട്ടുകളെട്ടിലും എട്ടെട്ടറയുണ്ട്. എട്ടെട്ടിലും തൊട്ടിലും കട്ടിലും പട്ടിയും മേശയും കുറുസുണ്ട്. മണിമാണിക്യ കട്ടില് നാല തട്ടിലിരിപ്പുണ്ട്. ജിന്നും ഇൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ. അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ഇവിടെ ബൽഖീസും പരിവാരങ്ങളും വരുന്നതിന് മുമ്പ് അയ്യുക്കും യഅതീനി, ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ജിന്നുണ്ടോ, കഴിവുള്ള ഇൻസ് ഉണ്ടോ? ഖാല ഇഫ്രീതും മിനൽ ജിൻ أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. ഒരു ജിന്ന് പറഞ്ഞു, നിങ്ങൾ ഉച്ചക്ക് ഇവിടെ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ഓ സുലൈമാൻ നബിയേ, നിങ്ങളുടെ ദർബാറിൽ നിന്ന് നിങ്ങൾ എണീക്കുന്നതിന്റെ മുമ്പ് മണിക്കൂറുകൾക്കുള്ളില് ഞാൻ കൊണ്ടുവരാം. എനിക്ക് റബ്ബ് അതിന് കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഉച്ചക്ക് മുമ്പ് കൊണ്ടുവരാന്നാ ആര് പറഞ്ഞത്? ജിന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു. ആ മനുഷ്യന്റെ പേരാണ്, എന്താ പേര്? ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു. ജിന്നല്ല, മലക്കല്ല, മനുഷ്യനാണ്. അല്ലെങ്കിലും മൊത്തമായി പരിശോധിക്കുമ്പോ ജിന്നുകളെക്കാളും മലക്കുകളെക്കാളും വലിയ സ്ഥാനമുള്ളവരാരാണ്? അത് മനുഷ്യന്മാരാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട.
സുലൈമാൻ നബിയുടെ ഖാദിമീങ്ങളായ മുഅ്മിനീങ്ങളായ ജിന്നുകളെക്കാളും മുസ്തഫ സഖാഫി എന്ന മനുഷ്യന് പദവി ഉണ്ട് എന്നല്ല പറഞ്ഞത്. മൊത്തമായി മനുഷ്യന്മാരെ നോക്കിയാൽ ജിന്നുകളെക്കാളും പദവി കൂടുതൽ ആർക്കാണ് മോനെ? അത് മനുഷ്യന്മാർക്കാണ്. ഒരു മനുഷ്യനായ വലിയ പറയാണ്. എന്താണ് ആ വലിയന്റെ പേര്? ആസഫ് ഇബ്നു ബർഖിയ എന്ന മഹാൻ പറയാണ്. എന്ത്? അന ആതീക ബിഹി, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലുള്ള ആയത്താണ്. അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക. കണ്ണ് ചിമ്മിട്ട് തുറക്കുന്നതിന്റെ മുമ്പ്, കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ് ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം, ഞാൻ റെഡിയാണ്. കറാമത്തിന്റെ പവറാണ്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ തങ്ങൾക്ക് ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ. കണ്ടോ? അതൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് സാധിക്കും. ആസഫ് ഇബ്നു ബർഖിയ കണ്ണ് സുലൈമാൻ നബി ചിമ്മി തുറക്കുമ്പോഴേക്കും സാധനം മുമ്പിലെത്തിയിട്ടുണ്ട്. ആ ബൽഖീസിന്റെ കൊട്ടാരത്തിനെ പറ്റിയാണ് പറഞ്ഞത്. പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുങ്കൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകൾ 8 ഉണ്ട്. ആ കൊട്ടാരത്തിന് തട്ടുകൾ 8 ഉണ്ട്. ആ തട്ടുകൾ 8ലും 8 8 തൊട്ടിലും കട്ടിലും പെട്ടിയും മേശയും കുറിസുണ്ട്. മണിമാണിക്യ കട്ടില് 4 തട്ടിലിരിപ്പുണ്ട്. അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അത് സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ